ശ്രീനാരായണ ഗുരുദേവ ജയന്തി സമംഗളം ആചരിക്കപ്പെട്ടു. മഹാസമാധി ദിനം കടന്നു വരുന്നു. ആണ്ടോടാണ്ട് ഈ പുണ്യദിനങ്ങളെ നമ്മൾ വളരെ പവിത്രമായി കാണാറുണ്ട്. അവരവരുടെ അറിവ് വച്ച്, പരിചയം വെച്ച് അതിനെ ആസൂത്രണം ചെയ്ത് ആചരിക്കുകയും ആഘോഷിക്കുകയുമൊക്കെ ചെയ്തു വരുന്നു. മഹാസമാധി ദിനം ഒരു അനുസ്മരണ ദിനമായി ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് വെളിയിലും ലളിതമായി ചെയ്യാറുണ്ട്. മഹാത്മാക്കളുടെ എല്ലാം സ്മരണാ ദിനങ്ങൾ ആചരിക്കുക എന്ന ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ്. അവിടെയൊക്കെ ഈടുറ്റ വിലയിരുത്തലുകൾ കാണാറുണ്ട്. ശ്രീനാരായണ ഭക്തസമൂഹം പൊതുവെ ആചാരപ്രധാനമായ സമാധി ദിനാചരണങ്ങളിൽ മുഴുകുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഒറ്റപ്പെട്ട അനുസ്മരണങ്ങളൊന്നും ശ്രദ്ധിക്കാറുണ്ടാവില്ല. ഇതുകൂടി നാം ഈ അവസരത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ഗുരുദേവന്റെ ഐഹിക ജീവിതത്തിലെ അവസാന കാലഘട്ടങ്ങളെക്കുറിച്ച്, അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു നിരൂപണത്തിലേക്കല്ല കടക്കുന്നത്. എന്നാൽ അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ സംഭാഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ സെപ്റ്റംബർ 21 ആഗോളതലത്തിലൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോക സമാധാന ദിനമാണ് അന്ന്. യാദൃച്ഛികമായി ഒത്തുവന്നതാണ്. എല്ലാ വർഷത്തെയും സെപ്റ്റംബർ 21 ലോക സമാധാന ദിനമായി ആചരിക്കുമ്പോൾ പൊതുവെ സെപ്റ്റംബർ 21 തന്നെയാണ് സമാധി ദിനമായി വരാറുള്ളത്. ഈ വർഷവും അങ്ങനെ തന്നെ. ഇവിടെ വിശദീകരിക്കുന്നില്ല എങ്കിലും ഒരു സൂചന നൽകുന്നത് സമാധിയും സമാധാനവും തമ്മിലുള്ള ഒരു സാമ്യം എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക. സമാധാനം, സമാധി, അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. കുറെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ ഇതൊരു പ്രേരണ ആകട്ടെ. ഇനി ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്, യോഗികളാണല്ലെങ്കിൽ സന്യാസിമാരാണ് സമാധി അടഞ്ഞു എന്ന് പറയപ്പെടുന്നത്. യഥാർത്ഥ സമാധി ഒരുപക്ഷെ അവരുടെ ആരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നില്ലായിരിക്കാം. അപ്പൊ സന്യാസം അതിൻ്റെ പരമാർത്ഥത്തിൽ പാലിച്ചു കൊണ്ടുപോകുവാൻ എത്ര സന്യാസിമാർക്ക് കഴിയുന്നുണ്ടാകും? അപ്പൊ അവരൊക്കെ വിവിധ സന്യാസിമാർ എന്ന് പറഞ്ഞാൽ ആ ഒരവസ്ഥയിൽ എത്തിച്ചേരുവാൻ യത്നിക്കുന്നവർ
എന്ന് കരുതിയാൽ മതിയാവും. ഇപ്പൊ സാധാരണ നമ്മൾ സമകാലീനരായ സന്യാസിമാരുടെയൊക്കെ സമാധി വൃത്താന്തം അറിയുകയോ അനുശോചിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മോട് ബന്ധപ്പെട്ടവരാണെങ്കിൽ അവരുടെ സമാധിയിരുത്തൽ ചടങ്ങുകളിലും നമ്മൾ പങ്കെടുക്കാറുണ്ട്. അപ്പം ആ നിലയിൽ നമുക്കെല്ലാവർക്കും അല്പം പരിചയം കാണും സമാധിയെക്കുറിച്ച്. അപ്പം അത് വെച്ചായിരിക്കും നമ്മൾ സ്വാമി തൃപ്പാദങ്ങളുടെ സമാധിയെയും കണ്ടിട്ടുണ്ടാവുക. അപ്പം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് യഥാർത്ഥ യോഗികളുടെ സമാധി സ്ഥാനങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയില്ല. അവിടേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും, ആളുകൾ ഒഴുകിയെത്തും. അങ്ങനെയൊരു ആകർഷണ ശക്തി യഥാർത്ഥ യോഗിവര്യന്മാരുടെ സമാധി സ്ഥാനത്തിന് ഉണ്ടാവും. പ്രസിദ്ധപ്പെട്ട പല മഹാക്ഷേത്രങ്ങളിലും ആളുകൾ കൂടുന്നതിൻ്റെ രഹസ്യം ആ ക്ഷേത്ര മാഹാത്മ്യത്തെ ചെറുതാക്കി കാണുകയല്ല, എന്നാൽ അതിലുപരി ഏതെങ്കിലും ഒരു ഋഷീശ്വരന്റെ സമാധി സ്ഥാനമായിരിക്കും അവിടം എന്നുള്ളത് കൊണ്ടാണ്. അത് പഴനിയടക്കമുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കും ബാധകമാണ്. ഇവിടെ നാം കാണേണ്ടത് ജീവാത്മ പരമാത്മ ഐക്യം, ഇതാണ് സമാധി കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ഐക്യം സാധിച്ച ഒരു യോഗിയുടെ പിറവിയിലൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് ഒരിടത്ത് പറയുന്നത്, കുലം പവിത്രം ജനനീകൃതാർത്ഥ വസുന്ധരാ പുണ്യവതീച്ചതേന അപാര സച്ചിത് സുഖസാഗരേണ ലീനം പരേ ബ്രഹ്മണി യസ്യ ചേത. ആരാണ് ജീവിത വിശുദ്ധിയിലൂടെ ആത്മശുദ്ധിയിലൂടെ പരമവിശുദ്ധ ആയ ബ്രഹ്മത്തിൽ ലയിക്കുക. അങ്ങനെയുള്ളവരുടെ പിറവി കൊണ്ട് ആ കുലം തന്നെ പവിത്രമായി തീരുന്നു. അങ്ങനെ ഒരുവനെ ജനിപ്പിക്കുന്നതിലൂടെ ജനനി കൃതാർത്ഥയായിത്തീരുന്നു. നോക്കൂ, ഭൂമി തന്നെ പുണ്യഭൂമിയായിത്തീരുന്നു. ഇത് വളരെ പഴക്കമുള്ള ഒരു സങ്കല്പമാണ്. കാലങ്ങളായി ഇത് ഒരു വിശ്വാസവും തലമുറകൾ കാത്തു സൂക്ഷിച്ച പ്രതീക്ഷയുമാണ്. ഇങ്ങനെയുള്ള വിശിഷ്ട ജന്മങ്ങൾക്കായിട്ടാണ് സമൂഹം കാത്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ജന്മങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള ജന്മങ്ങളാണ് എന്ന് സ്വയം സങ്കല്പിച്ചുകൊണ്ട് പലരെയും ആശ്രയിക്കുകയും സ്തുതിക്കുകയുമൊക്കെ ചെയ്തു പോരുന്നുണ്ട്. അങ്ങനെ പല
ദിവ്യന്മാരും അവർക്ക് സാധാരണ മനുഷ്യരെക്കാൾ മഹത്വം കാണും, ജീവിത നിഷ്ഠകൾ കാണും, കുറേയൊക്കെ സിദ്ധി വിശേഷങ്ങൾ കാണും. എങ്ങനെയോ സമൂഹത്തിൻ്റെ ശ്രദ്ധ അവരിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അവരുടെ ഈ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു സ്തംഭനമായിരിക്കും അവിടെ സംഭവിക്കുക. അപ്പോൾ അവർ നിഷ്ഠകളിൽ നിന്നുമൊക്കെ വ്യതിചലിച്ച് മറ്റൊരു പന്ഥാവിലേക്ക് അവരുടെ ജീവിതം തിരിയും. പൂതി പെരുപ്പിക്കുക എന്ന് പറയും. ഇന്നുകൊണ്ട് ആൾ ദൈവങ്ങൾ. ഇവിടെ ഗുരുവിൻ്റെ ലോക സംഗ്രഹ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അതിന് സാമാന്യ ജനങ്ങളുടെ വരെ വിശ്വാസവും അംഗീകാരവും കിട്ടിയപ്പോൾ അതിനുപരിയായി രാജസ്ഥാനത്ത് നിന്ന് തന്നെ അംഗീകാരങ്ങളും വിശ്വാസവും പ്രകടമായപ്പോൾ അസഹിഷ്ണുതയോടെ കാണുന്നവരുണ്ടായിരുന്നു. അന്നുകൊണ്ട് ചെറിയ തോതിൽ വൃത്താന്ത പത്രികകളൊക്കെ. ഇപ്പൊ ഗുരുവിനെ ഇങ്ങനെ കാണുന്നതിൽ വിമർശിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്ന ഒരു ഒറ്റ കാരണമേ ഉള്ളൂ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. ഗുരു എങ്ങനെ അവർക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതല്ല അവർ നോക്കുന്നത്. ഒരിക്കലും ഒരവർണ ജാതിയിൽ നിന്നന്ന് ജാതി ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്ന് ഓർക്കണം. ഒരവർണ ജാതിയിൽ നിന്നൊരിക്കലും ഒരാൾ ബ്രഹ്മജ്ഞാനി ആവില്ല. ആ ഒരൊറ്റ സങ്കല്പത്തിലാണ് അവർ കടിച്ചു തൂങ്ങുന്നത്. പക്ഷേ കുമാരനാശാനെ പോലെയുള്ളവർ ഇങ്ങനെയുള്ള വിമർശനങ്ങളെ തുറന്ന മനസ്സോടെയാണ് കണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ എന്താണ് ബ്രാഹ്മണ്യം, എന്താണ് ബ്രഹ്മജ്ഞാനം, ഇതൊക്കെ മനസ്സിലാക്കിയവരാണ് ഗുരുപരമ്പരയിൽ പെട്ടവരെന്നും തങ്ങൾ കേവലം അന്ധമായി ഒരാളെ പിന്തുടരുകയല്ല ചെയ്യുന്നതെന്നും ശക്തമായ ഒരു ദാർശനിക അടിത്തറ തങ്ങൾക്കുണ്ടെന്നും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനുള്ള അവസരമായിട്ടാണ് അവരതിനെ കണ്ടത്. സൗമ്യമായ ഭാഷയിലായിരുന്നു, അവരെ വ്രണപ്പെടുത്താത്ത രീതിയിലായിരുന്നു ആശാനെ പോലുള്ളവരുടെ മറുപടികൾ. അപ്പൊ നോക്കണം, എത്ര പക്വത അന്നത്തെ കാലത്ത് ഗുരുവിൻ്റെ വക്താക്കൾ, ഗുരുവിൻ്റെ അനുയായികൾ കാണിച്ചു എന്നുള്ളത് തന്നെ ഗുരുവിനെ മഹത്വപ്പെടുത്തുകയായിരുന്നു എന്നതും കൂടി നമ്മൾ കണ്ടുപോകണം. ഉത്തമനായ ഒരു ഗുരുവിൻ്റെ ശിഷ്യൻ ഒരിക്കലും കലഹത്തിലേക്ക്, പ്രക്ഷോഭണത്തിലേക്ക് പോവില്ല. ഇതും നമ്മൾ ഈ അവസരത്തിൽ നോക്കേണ്ടതാണ്. നമ്മൾ പറഞ്ഞു വന്നത് വിമർശനങ്ങളും അന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഗൗനിക്കേണ്ടതില്ലായിരുന്നു. അതിനെ ഒന്നും ഭയപ്പെടേണ്ടതുമില്ലായിരുന്നു. ഗുരു ഒരിക്കൽ നൽകിയ ഒരാശ്വാസ വചനം ഓർക്കുക. നാം നമ്മുടെ ധർമ്മത്തെ ശരിയായി അനുഷ്ഠിച്ചാൽ
ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അത് സാമൂഹ്യ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പ്രവർത്തകന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമല്ല അതിലുള്ളത്. ഇതാണ് യഥാർത്ഥ ആത്മബോധം, ആത്മവിശ്വാസം. അവിടുന്ന് ഏതവസ്ഥയിൽ നിന്നിരുന്നു എന്ന് അറിയാൻ അവിടുത്തെ തന്നെ ഒരു പരിഭാഷ നോക്കിയാൽ മതി. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന സർവവും അന്നേതു മോഹം അന്നേതു ശോകമേകത്ത ദൃക്കിനെ. നോക്കൂ, സർവഭൂതവും ആത്മാവിൽ, ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണും അവനെന്തുള്ളു നിന്ദ്യമായി. എല്ലാത്തിലും സമഭാവന എന്നിലും അന്യരിലും കുടികൊള്ളുന്നത് ഒരേ ഒരു ചൈതന്യമാണ് എന്ന് നമ്മളൊക്കെ കേട്ടറിഞ്ഞിരിക്കുന്നു, വായിച്ചറിഞ്ഞിരിക്കുന്നു. ആ ഭാഷ നമുക്ക് മനസ്സിലായി. പക്ഷെ അതിൻ്റെ ഒരു അനുഭവ തലമുണ്ട്. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും. കാണായതിലെല്ലാം തൻ്റെ ആത്മരൂപത്തെ കാണുക. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് താൻ തന്നെ. തന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. ഇതൊരു മാനസിക അവസ്ഥയാണ്, ഒരു മാനസിക സംസ്കാരമാണ്. വാചകത്തിൽ ഇത് പറയാൻ നമ്മളെ കൊണ്ടെല്ലാം സാധിക്കും. വാചാലമായി അത് പ്രചരിപ്പിക്കാനും സാധിക്കും. ആയിരം പ്രസംഗങ്ങളെക്കാൾ സ്വാധീനമുണ്ട് അനുഭവ തലത്തിലെത്തിയ ഒരാളുടെ, അഥവാ ഒരു യോഗിയുടെ ഒരു നിശബ്ദ സാന്നിധ്യം. അങ്ങനെ ഒരു യോഗിയുടെ സാന്നിധ്യം മാത്രം മതി ഒരു ദീപം തെളിഞ്ഞാൽ ആ ദീപത്തിന്റെ പ്രകാശത്തെ നമ്മൾ ഈ നെല്ലൊക്കെ ചിക്കി നിരത്തുന്നത് പോലെ പ്രകാശത്തെ അതുപോലെ നമുക്ക് വീശി വീശി എല്ലായിടത്തും വ്യാപിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അത് സ്വയം വ്യാപിക്കുകയാണ്. ഇതുപോലാണ് ഒരു യഥാർത്ഥ യോഗിയുടെ ആ പ്രഭാവം പരക്കുന്നത്. ഇങ്ങനെ പൂർണ്ണനായ നിത്യശുദ്ധ മുക്ത മഹാത്മാവായ ഒരു യോഗിയുടെ ജീവിതാന്ത്യം, ഇഹ ലോക ജീവിതത്തിന്റെ അന്ത്യം, അതെങ്ങനെയായിരിക്കും? പ്രാരംഭത്തിൽ നാം കണ്ടു, അതുപോലൊരു വിശിഷ്ട ജന്മം, അതിലൂടെ കുലം പവിത്രമാകുന്നു. വസുന്ധര പുണ്യവതീ ചതേന ഭൂമി പുണ്യഭൂമിയായിത്തീരുന്നു. നമുക്കത് മനസ്സിലാകണമെങ്കിൽ ഭ്രാന്താലയം തീർത്ഥാലയമായിത്തീരുന്നു. ആ ജീവിതകാലത്ത് അതൊക്കെ സംഭവിച്ചത് അതുപോലൊരു വിശിഷ്ട ജന്മമായതിനാലാണ്. നോക്കൂ, ഒരു വാൽമീകിയെ പോലെ ആ ജീവിതത്തിൽ ഒരു പൂർവ്വഘട്ടം ഉണ്ടായിരുന്നു. അതത്ര സുഖകരമായിരുന്നില്ല. അന്യന് ഉപദ്രവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
യോഗീശ്വര സമ്പർക്കത്തിലൂടെ തിരിച്ചറിവുണ്ടാകുന്നു. പിന്നെ ആ തിരിച്ചറിവിലായി ആ ജീവിതത്തിന്റെ പ്രയാണം. സകല പാപങ്ങളും അതോടെ ഇല്ലാതായി, ആത്മാവ് ശുദ്ധമായി, ബുദ്ധി അതിൻ്റെ പാവനതയിൽ, അതിൻ്റെ പരകോടിയിൽ വിളങ്ങി. നോക്കൂ, എത്രയോ എത്രയോ ധർമ്മതത്വങ്ങൾ ലോകത്തെ ആദ്യം പഠിപ്പിക്കാൻ, ഒരു ആദ്യ കാവ്യമെഴുതാൻ മാത്രം ശുദ്ധീകരിക്കപ്പെട്ടു ആ ജീവിതം. ഇവിടെ അങ്ങനല്ല. ആ തിരുപ്പിറവിയിലൂടെ തന്നെ ലോകത്തിനൊരു പുതിയ വെളിച്ചമായി എന്നതാണ് സത്യം. പക്ഷേ ആ ജന്മത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. സാധാരണ കണ്ടു വരുന്നത് പോലെ, കേട്ടുവരുന്നത് പോലെ വലിയ അത്ഭുതങ്ങളൊന്നും കണ്ടില്ല. ആകപ്പാടെ എടുത്തു പറയാവുന്നത് കരഞ്ഞില്ല എന്ന് മാത്രം. അവിടുന്ന് നാരായണ നാമധാരിയാവുകയാണ്. യാദൃച്ഛികമായി അപ്പോൾ ആലോചിച്ച് നാവിൽ വന്ന ഒരു പേരല്ല അവിടുത്തേക്ക് ചാർത്തിക്കൊടുത്തത്. ആ ജന്മം എങ്ങനെയായിരിക്കണമെന്ന് വിധി തന്നെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി എങ്ങനെയായിരിക്കും ഈ ജീവിതം, അതിനനുസരിച്ച് ഒരു നാമം തന്നെ കൈവന്നു. ഇത് നമ്മൾ മുമ്പ് കണ്ടതാണ്. നാരായണൻ, അറിവിൻ്റെ ഉറവിടം. നരനെ ലക്ഷ്യമാക്കി അയനം നടത്തിയവൻ നാരായണൻ. നരന് ആശ്രയമായവൻ. എല്ലാ അർത്ഥങ്ങളും പൂർണ്ണമായി അവിടുത്തേക്ക് യോജിക്കുന്നു. നാരായണ ശബ്ദത്തിന്റെ യഥാർത്ഥ വ്യാഖ്യാനം അവിടുത്തെ ജീവിതമായി തീർന്നു. ഇനി നാം നോക്കുക, അവിടുത്തെ ഷഷ്ടിപൂർത്തി വേളയിലാണ് മറ്റൊരു വാൽമീകിയാകേണ്ടിയിരുന്ന കുമാരനാശാൻ ആയുസ് അനുവദിച്ചിരുന്നെങ്കിൽ അത് മറ്റൊരു വാൽമീകിയാകുമായിരുന്നു. രാമായണത്തെ അതിവർത്തിക്കുന്ന ഒരു നാരായണായനം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. അവിടുന്ന് എഴുതിയതെന്താണ്? അന്യർക്കു ഗുണം ചെയ്വതിന് ആയുസ്സും വപുസ്സും ധന്വത്വമുടെ അങ്ങ് ആത്മതപസ്സും വിലി ചെയ്യുവോ. ഇങ്ങനെ ഒരു സന്യാസി ഇല്ല തന്നെ. ഇത് ആശാൻ പറഞ്ഞതുകൊണ്ട് അതിനെ അന്ധമായി നമ്മൾ വിശ്വസിക്കേണ്ട. നമ്മൾ വിമർശന ബുദ്ധിയോടെ നോക്കിക്കോളും. കണ്ടറിഞ്ഞവർ കേട്ടറിഞ്ഞവർ മാത്രമല്ല, അടുത്ത് പഴകിയവർക്ക് പോലും ബോധ്യപ്പെട്ട, കൂടുതൽ സാധാരണക്കാർക്ക് പോലും ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ പരമാത്മ വിചാരം ചെയ്യണമെന്ന് അനുശാസിച്ച ഗുരു അവിടുന്ന് ചെയ്ത ആത്മതപസ്സിന്റെ വിലി എന്താണ്? നോക്കൂ, യഥാർത്ഥ നാരായണനായി തീരുകയാണ്. ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ അവിടുന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത്രയും എന്താണ്? നരനെ ഉദ്ധരിക്കുക, നരനെ ഉദ്ധരിക്കുക. അതുമാത്രമായിരുന്നു അവിടുത്തെ ലക്ഷ്യം. അവിടുന്ന് ഏതാണ്ട്
കർമ്മങ്ങളെല്ലാം ഏറെക്കുറെ പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ ലോകം അവിടുന്ന് സ്വർഗമാക്കി എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ ലോകം സ്വർഗമായി തീരുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും അവിടുന്ന് ഉപദേശിക്കുക മാത്രമല്ല വ്യവസ്ഥപ്പെടുത്തുക കൂടി ചെയ്തിരുന്നു. കാലം മാറുന്നതിനനുസരിച്ച് ആ മാറ്റങ്ങളെ കൂടി ഉൾക്കൊണ്ടുപോകുവാനുള്ള ഒരു വ്യവസ്ഥ. അതല്ലാതെ ഒരു കാലത്ത് ഇതിനെ യാഥാസ്ഥികത്വം എന്ന് അനന്തര തലമുറകളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുവാനും കൂടി. അത്രയ്ക്ക് സർവ ലൗകികമായിരുന്നു, സർവജനീനമായിരുന്നു ആ ദർശനം. ഏതാണ്ട് 9 മാസക്കാലം എന്ന് പറയാം അതിനടുപ്പിച്ച് അവിടുന്ന് രോഗബാധിതനായിട്ടാണ് കഴിഞ്ഞുകൂടിയത്. പായടയ്ക്കും ഈ കർണാകർണികയ സാമാന്യ ജനങ്ങൾ മുതൽ പണ്ഡിതന്മാർ വരെ അതിശയിച്ചിരുന്നു, സംശയിച്ചിരുന്നു. സങ്കല്പം കൊണ്ട് ഈ നിസ്സാരമെന്ന് തോന്നുന്ന ചില ആ മാർഗങ്ങളിലൂടെ മരണത്തിലേക്ക് വഴുതിപ്പോയിരുന്ന രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. മറ്റാരാലും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയാതിരുന്ന എത്രയോ രോഗങ്ങളെ കേവലം ഒരു പച്ചിലച്ചാറ് കൊണ്ടോ ഒരു പഴം കൊണ്ടോ അല്ല എങ്കിൽ അവിടുന്ന് കഴിച്ചു വെച്ച ഭക്ഷണത്തിൻ്റെ ഉച്ഛിഷ്ട പ്രസാദം കൊണ്ടോ മാറിപ്പോയിരിക്കുന്നു. അതിശയിക്കുന്നത് ഈ രോഗകാലത്തും ഇതുപോലുള്ള സംഭവങ്ങൾ കുറവല്ലായിരുന്നു എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ചും പല ഊഹാപോഹങ്ങളും അന്നത്തെ കാലത്ത് നിശബ്ദമായി പ്രചരിച്ചു കൊണ്ടിരുന്നു. ഒരു വശത്തോടെ കേൾക്കുന്നു അവിടുന്ന് അനുഷ്ഠിച്ച ആ തീവ്രമായ ബ്രഹ്മചര്യത്തിൻ്റെ ഒരു പ്രതിക്രിയയാണിത്. തീവ്ര ബ്രഹ്മചര്യം ഉളവാക്കിയ ഒരു അവസ്ഥയാണ് അത്ര ഇത്. ഇനി മറ്റൊരു വശത്തോടെ കാണുന്നത് അവിടുന്ന് ഭക്തരുടെ എല്ലാ രോഗങ്ങളെ മാറ്റുമ്പോൾ ആ രോഗങ്ങളെയെല്ലാം ക്രിസ്തു ലോകരുടെ പാപം ഏറ്റെടുത്തതുപോലെ അവിടുന്ന് ഏറ്റെടുക്കുകയായിരുന്നു. അന്നത്തെ കാലത്ത് സുവിശേഷ പ്രചരണങ്ങൾ ധാരാളം ഉണ്ടായിരുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പത്തിലേക്ക് പെട്ടെന്ന് സമൂഹം ശ്രദ്ധ കൊടുത്തു പോകും. അനുഭവം കാണുമ്പോൾ ഇതൊക്കെ വിശ്വസിച്ചു പോകും. ലോകരുടെ ആ സംശയങ്ങളും സംസാരങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഗുരുവിനെ ചികിത്സാർത്ഥം അതൊക്കെ ഒരു പ്രയാണം തന്നെയാണത്. ഈ 9 മാസക്കാലവും ഒരിടത്ത് തന്നെ ഇരുന്നില്ല. ഉത്തര ദിക്കിലേക്ക് പോകുന്നു പാലക്കാട്. ഇപ്പം വൈക്കത്ത് നിന്ന് പോകുമ്പോൾ എറണാകുളമുണ്ട്, ആലുവയുണ്ട്, അവിടുന്ന് പാലക്കാട്ട് എത്തുന്നുണ്ട്,
അവിടുന്ന് ഇതാ തമിഴകത്തേക്ക് പോകുന്നുണ്ട്, മദിരാശിയിലേക്ക്. വീണ്ടും തിരിച്ച് പാലക്കാട് വരുന്നുണ്ട്. പിന്നെ തിരിച്ച് തൃശ്ശൂർ എത്തുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വീണ്ടും എറണാകുളത്തെത്തുന്നു. അവിടുന്ന് നേരെ കൊല്ലത്തെത്തുന്നു. കൊല്ലത്ത് നിന്ന് നേരെ വർക്കല എത്തുന്നു. വർക്കലയിൽ നിന്ന് വീണ്ടും ആണ്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങി ഇതാ വീണ്ടും വർക്കലയെത്തുന്നു. വീണ്ടും ആ വർക്കലയുടെ ആ പ്രാന്തപ്രദേശമായ ചാവറകോട്ടെത്തുന്നു. അവിടെ നിന്നും ഇതാ മടങ്ങി ശിവഗിരിയിൽ വൈദിക മഠത്തിലെത്തുന്നു. ഏതാണ്ട് 8.5 മാസക്കാലം ഈ സഞ്ചാരത്തിനിടയിൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്. ഇവിടെ നാം കാണാൻ പോകുന്ന ആദ്യമായി ആലുവയിലെത്തുമ്പോൾ ചികിത്സാർത്ഥം, വടക്കോട്ടുള്ള യാത്രയിൽ ചികിത്സാർത്ഥം ആലുവയിലെത്തുമ്പോൾ ഗുരുവിൻ്റെ ആലുവ സംരംഭത്തിന്റെ പ്രാരംഭം മുതൽ ഗുരുവിനോട് സഹകരിച്ച് നിന്ന ഒരു ഗോപാലപ്പയ്യുണ്ടായിരുന്നു. അവിടുത്തെ വസ്തു വാങ്ങുന്നതിനൊക്കെ സഹകരിച്ചയാള് എന്ന് മാത്രമല്ല, അവിടുത്തെ പ്രവർത്തനങ്ങളിലെല്ലാം നല്ലതുപോലെ സഹായിച്ചിരുന്ന ഒരാളാണ്. തൃപ്പാദ ഭക്തനായിരുന്നു. ഇപ്പൊ ചിലരോടൊക്കെ ഗുരു ചില കാര്യങ്ങൾ മൊഴിയുമ്പോൾ അയാളുമായിട്ടുള്ള ഒരു ആത്മബന്ധം ആണ് തെളിയുന്നത് എന്നുകൂടി ഓർക്കുക. ആലുവയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുമ്പോൾ ഗുരുവിനെ അവിടെ അതുപോലെ ബന്ധപ്പെട്ട് നിന്ന ഒരു തലശ്ശേരിക്കാരൻ മുൻസിഫിനൊരു കത്തെഴുതുകയുണ്ടായി. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് തൃപ്പാദങ്ങൾ ഗോപാലപ്പയ്യോട് പറഞ്ഞതായിട്ടാണ്. ഇതങ്ങനെയൊന്നും മാറില്ല, ഇതൊക്കെ പൂർവകർമ്മത്തിന്റെ ഫലങ്ങളാണ് എന്ന് കൂടെ തൃപ്പാദങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. ആലുവായിൽ അവിടുത്തെ പരിചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പല ഊഹാഭോഹങ്ങളും ചർച്ചകളും ഒക്കെ അവിടുത്തെ ശ്രദ്ധയിലും വരും. ഒറ്റയ്ക്കാകുമ്പോൾ ഗോപാലപ്പയ്യോട് പറഞ്ഞ കാര്യമാണ്, ഇതങ്ങനെയൊന്നും മാറില്ല, പൂർവകർമ്മ ഫലമാണ്. ഇതേതാണ്ട് ഫെബ്രുവരിയിലായിരുന്നെന്ന് ഓർക്കണം. ജനുവരി അവസാനത്തോടെയാണ് ഈ യാത്ര പുറപ്പെടുന്നത്. മാർച്ച് അപ്പോൾ ഏതാണ്ട് പാലക്കാട് എത്തി അവിടെ നിന്ന് മദിരാശിയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന ഘട്ടമാണ്. അന്ന് ശിവഗിരി മഠത്തിന്റെ കാര്യദർശി ധർമ്മ സംഘത്തിന്റെ, അത് നിലവിൽ വന്നു കഴിഞ്ഞിരുന്നല്ലോ, കാര്യദർശി ദിവ്യശ്രീ ധർമ്മതീർത്ഥ സ്വാമികളായിരുന്നു. അദ്ദേഹം ധർമ്മം പത്രത്തിൽ അല്പം ദീർഘമായ ഒരു ലേഖനം എഴുതി. ഇപ്പൊ നോക്കണം, മാർച്ച് പോയാൽ ഇനി 6-7 മാസങ്ങളുണ്ട് സമാധിക്ക്. അതല്ലാതെ ചികിത്സയെല്ലാം അതിലെല്ലാം പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇനി അന്ത്യം മാത്രം കാത്തിരുന്നാൽ മതി എന്നുള്ള അവസ്ഥ വന്നപ്പോഴല്ല, ചികിത്സയുടെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെയാണ് ധർമ്മ തീർത്ഥസ്വാമികൾ ഇത് എഴുതുന്നെന്ന് ഓർക്കണം. അതിൽ പറയുന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. തൃപ്പാദങ്ങൾ ജീവിതകാലം അത്രയും നമുക്ക് വേണ്ടിയാണ് ജീവിച്ചത്.
നമ്മുടെ എല്ലാം രോഗ ദുരിതങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ എത്രയോ ആളുകൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോഴും അവിടുന്ന് സദാ ഉണർന്ന് ചിന്തിക്കുന്നത് ജനങ്ങളുടെ ദുരിതമകറ്റാനാണ്. ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് തൃപ്പാദങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണ്. പ്രാർത്ഥന കൊണ്ട് എന്തു ഫലമെന്ന് ആരെങ്കിലും സംശയിച്ചേക്കാം. ഇതിനെയൊക്കെ ഒരു അന്ധവിശ്വാസം എന്ന് പലരും കണ്ടേക്കാം. പക്ഷെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസം നല്ലതാണ് എന്ന് സ്വാമികൾ പറയുകയാണ്. ധർമ്മസംഘം അധികാരി എന്ന നിലയിൽ അദ്ദേഹം ശിവഗിരിയിൽ അന്തേവാസികൾക്ക്, വിശേഷിച്ചും കുട്ടികൾക്ക്, തൃപ്പാദങ്ങൾ തന്നെ എത്രയോ കുട്ടികളെ സ്വാമി തന്നെ നിർദ്ദേശിച്ചതനുസരിച്ച് കുടിയിടകളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് കുട്ടികളെ ഏതാണ്ട് ദത്തെടുക്കുന്ന മാതിരി കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവരെ വിശേഷിച്ചും ഏർപ്പെടുത്തിയ ഒരു ചുമതലയുണ്ട്. 2 നേരവും തൃപ്പാദങ്ങൾക്കായി പ്രാർത്ഥിക്കുക. 2 നേരവും. ശാരദാമഠത്തിൽ അന്ന് മഹാസമാധി മന്ദിരം ഇല്ലല്ലോ, സമാധി കഴിഞ്ഞിട്ടില്ല, അങ്ങനെയും കൂടെ ഓർത്തോണം. 2 നേരവും തൃപ്പാദങ്ങൾക്ക് വേണ്ടി ശാരദാമഠത്തിൽ പ്രാർത്ഥന കഴിക്കുന്നത് കൂടാതെ പിന്നെ അവരെ നിയോഗിക്കുന്നത് തൃപ്പാദങ്ങളാൽ ഉദ്ധരിക്കപ്പെട്ട എല്ലാ ഭവനങ്ങളിലും 2 നേരം പ്രാർത്ഥന വേണം. ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കുട്ടികളെ ഇറക്കുകയാണ്. ഒഴിവു വേളകൾ കണ്ട് മഠത്തിൽ നിന്നും കൊടുത്തുവിടുന്ന ഗുരുദേവ ചിത്രങ്ങളില്ലാത്ത, ഇന്നത്തെ കാലത്ത് എല്ലാ വീട്ടിലും ഒന്നും ചിത്രങ്ങൾ ഉണ്ടാവില്ല. ചിത്രങ്ങളില്ലാത്ത ഭവനങ്ങളിൽ ചിത്രവും കൊടുത്ത് 2 നേരവും തൃപ്പാദങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിർദ്ദേശവും കൊടുത്താണ് അവർ ആ ദിവസങ്ങൾ കഴിഞ്ഞിരുന്നത്. ശിവഗിരിയുടെ ആ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം ഈ പ്രവർത്തനത്തിന് ഏർപ്പാട് ചെയ്തതിന് ശേഷം, അത് നടപ്പാക്കിയതിന് ശേഷമാണ് എല്ലാ ദേശങ്ങളിലും ഇത് പിന്തുടരുന്നത് നന്നായിരിക്കും എന്ന് ആഹ്വാനം ചെയ്യുകയാണ്. നോക്കൂ, ഈ പ്രാർത്ഥനയിലൂടെ ഒരു കടമ നിർവഹിക്കുകയാണ്, തൃപ്പാദങ്ങളോടുള്ള ഒരു കടമ നിർവഹിക്കുകയാണ്. ആ കടമ എന്താണെന്ന് സ്വാമികൾ വ്യക്തമായിട്ട് പറയുന്നു. തൃപ്പാദങ്ങളുടെ ധർമ്മ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരായ നാം അതിനോട് ചെയ്ത അപരാധങ്ങൾക്കും കൃത്യവിലോപങ്ങൾക്കും പരിഹാരമായി. നോക്കണേ, ഇപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് എന്തെല്ലാം ആഹ്വാനങ്ങൾ ഗുരു നൽകിയിരുന്നു. ആഹ്വാനങ്ങൾ മാത്രമല്ല നടത്തിയത്, ആഹ്വാനം നടത്തിയിട്ട് മാറി നിൽക്കുകയല്ല ചെയ്തത്. എന്തെല്ലാം പദ്ധതികൾക്ക് ഗുരുദേവൻ തുടക്കമിട്ടിരുന്നു. എത്രയോ കാര്യങ്ങൾ അമാന്തപ്പെടുകയുണ്ടായി. ശിവഗിരി ശാരദാ പ്രതിഷ്ഠയൊക്കെ അസാധാരണമായ താമസത്തിന് ആ ഇട വന്നപ്പോ അവിടുന്ന് സ്പഷ്ടമായി അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും
ഒത്തുപ്രവർത്തിക്കാൻ, ഉത്സാഹിക്കാൻ ആളില്ലാത്തതിനെ കുറിച്ച് അവിടുന്ന് പരാമർശിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവിടുന്ന് നിഷ്ക്രിയനാകുന്നില്ല. ചില വേള അവിടുന്ന് ദേശാന്തര ഗമനം ചെയ്തത് മനം മടുത്തിട്ടാണെന്ന് നമ്മളൊക്കെ നമ്മുടെ ആ മാനസികാവസ്ഥ വെച്ച് വിലയിരുത്തുകയാണ്. ഇതൊക്കെ ഒരു പ്രചോദനമായിരുന്നു, ഒരു ജാഗ്രതയിലേക്കും കരുതലയിലേക്കും നമ്മെ അടുപ്പിക്കുകയായിരുന്നു എന്ന് പിന്നീടുള്ള അവിടുത്തെ സമീപനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നോക്കൂ, 2-3 കാര്യങ്ങൾ ഇടയ്ക്ക് സൂചിപ്പിക്കുകയാണ്. അവിടുത്തെ ഈ ശാരീരിക പീഡ കുഞ്ഞുനാളിലേ ഉണ്ടായിരുന്നു, യൗവനാവസ്ഥയിലുണ്ടായിരുന്നു. അതിസാരം ഇടവേളകളിൽ അവിടുത്തെ ബാധിച്ചിരുന്നു. വാരണപ്പള്ളിയിലെ ആ വാസം മുഴുമിപ്പിക്കാതെ പോന്നത് ഇതുപോലൊരു അതിസാരം ബാധിച്ചായിരുന്നു. അരുമാനൂർ എന്ന സ്ഥലത്ത് വെച്ച് അവിടുന്ന് അവധൂതനായി സഞ്ചരിച്ച കാലത്ത് അവിടെ വെച്ച് അതിതീവ്രമായ ഒരു വിഷൂചിക ബാധയുണ്ടായി. അന്ന് ഇതുപോലെ പ്രശസ്തി കൈവന്നിട്ടില്ല. അന്നത്തെ കാലത്ത് ആ മേഖലകളിലൊക്കെ അവിടുത്തെ ഒരു സിദ്ധപുരുഷനായിട്ട് എല്ലാവരും അംഗീകരിച്ചിരുന്നു. പറയപ്പെടുന്നത് ആള് പോയി എന്ന് തന്നെ വിദ്വാൻമാരെല്ലാവരും ഉറപ്പിച്ചു എന്നാണ്. വൈദ്യശാസ്ത്രമെല്ലാം പരാജയപ്പെട്ടു. ജീവനുണ്ടെന്നുള്ളതിൻ്റെ ഒരു അനക്കം മാത്രം. ഇനി ഇത് പൊലിയേണ്ട സമയത്തിന് കാത്തിരിക്കുക എന്നത് മാത്രം. അങ്ങനെ ഏതാണ്ടൊരു 3-4 ദിവസം കഴിഞ്ഞു. ഒരു വേളയാണ്ട് അവിടുന്ന് എഴുന്നേക്കുന്നു. സാവകാശം അവിടുന്ന് നടന്നകലുന്നു. ഇതെന്തൊരത്ഭുതമാണ്! രോഗം പുറത്ത് ക്രമേണ ക്ഷീണം മാറി ഒന്നുമല്ല. ആഴ്ചകളോ മാസങ്ങളോ കൊണ്ട് വിശ്രമിച്ച് സുഖമായതിനു ശേഷമല്ല. ഇങ്ങനെ പ്രജ്ഞ അറ്റുപോകുന്നു. അത് പ്രതീക്ഷിച്ച് എല്ലാവരും കാത്തിരിക്കുന്ന ആ വേളയിൽ അവിടുത്തെ ദേഹത്തിനൊരു മാറ്റം ഉണ്ടാകുന്നു. അവിടുന്ന് എഴുന്നേറ്റ് നടന്നു പോകുന്നു. അവിടുന്ന് വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. പിന്നെ നാം കാണുന്നുണ്ട് കുമാരനാശാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ അവിടുത്തെ മലബാർ യാത്ര. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ആലോചനകൾക്ക് മലബാറിലേക്കുള്ള ആദ്യ യാത്രയാണ്. അതിനു മുമ്പായി കുമാരനാശാനെ തൻ്റെ പ്രതിനിധിയായിട്ട് അവിടുന്ന് അയച്ചിരുന്നു. അവിടുത്തെ ആ ഒരു പര്യടനമെല്ലാം കഴിഞ്ഞ് ആശാൻ മടങ്ങി വന്നു. ഈ ആശാനെ ഗുരുവിനെ അനുഗമിക്കുന്നുണ്ട്. അങ്ങനെ ആലുവായിലെത്തുന്നു. അന്ന് അദ്വൈതാശ്രമം സ്വപ്നത്തിൽ പോലും ഇല്ല. ഏതാണ്ട് 1906 കാലഘട്ടമാണെന്ന് ഓർക്കണം. അദ്വൈതാശ്രമം ഉണ്ടാകാൻ ഇനിയും ഒരു 6-7 കൊല്ലവും കൂടി കഴിയണം. SNDP യോഗമൊക്കെ ആരംഭിച്ച് 1-2 കൊല്ലങ്ങൾ പിന്നിടുന്നതേ ഉള്ളൂ. അവിടെ ഒരു ഇരുനില ബംഗ്ലാവിലാണത്രേ അവിടുന്ന് തങ്ങിയത്.
അവിടെ വെച്ച് അതികഠിനമായ വിഷൂചിക പിടിക്കുകയാണ്. അത് പരത്തി പറയുന്നില്ല. അത് വളരെ മാരകമായി തീർന്നു. സമീപസ്ഥരായ വൈദ്യന്മാരെല്ലാം കൈയൊഴിഞ്ഞു. എറണാകുളത്ത് നിന്ന് അലോപ്പതി ഡോക്ടറെ വരുത്തി. പൊതുവെ അവിടെ ഉണ്ടായിരുന്ന വൈദ്യന്മാരും എല്ലാവരും പരിശോധിച്ചിട്ട് വിധി എഴുതിയത് നേരം വെളുപ്പിക്കില്ല എന്നാണ്. ഈ അവസ്ഥയിൽ നേരം വെളുപ്പിക്കില്ല എന്നാണ്. പക്ഷെ നേരം വെളുത്തു. അവിടുന്ന് അതിജീവിച്ചു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അവിടെ ഒരു അതിശയം സംഭവിക്കാതിരുന്നില്ല. അവിടുത്തെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഒരു ബ്രഹ്മചാരി എന്ന് പറയാം, നെയ്യാറ്റിൻകരക്കാരനാണ്, ഒരു കൊച്ചുമായിറ്റി. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു അസുഖം ഉണ്ടാവുകയും അദ്ദേഹവും ഈ ചികിത്സയ്ക്കൊക്കെ വിധേയമാകുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ വളരെ വേഗം പുരോഗതി കാണുന്നുണ്ട്. ഭേദപ്പെട്ട് അയാൾ സൗഖ്യമാകുമെന്നാണ് ഡോക്ടർമാരെല്ലാം വിധി എഴുതിയത്. സ്വാമി തൃപ്പാദങ്ങളെ സംബന്ധിച്ചോ നേരം വെളുപ്പിക്കില്ല. പക്ഷെ വെളുപ്പായപ്പോൾ സംഭവിച്ചത്, സാരമാക്കാതിരുന്ന ആ ബ്രഹ്മചാരി, സാരമില്ല എന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ആ ബ്രഹ്മചാരി പെട്ടെന്ന് മരണപ്പെടുകയാണ്. അദ്ദേഹത്തെ അവിടെ തന്നെ അടക്കിയതായിട്ട് പറയുന്നു. അപ്പോഴേക്കും ഡോക്ടർ കൃഷ്ണൻ അന്നുമുണ്ട്. ഈ കൃഷ്ണൻ തന്നെയാണ് അവസാന കാലത്ത് ഗുരുവിനെ നോക്കാൻ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ പുത്രനും. ഈ പറയുന്ന സമയത്ത് അവസാന കാലത്ത് ഗുരുവിനെ ചികിത്സിച്ച ഡോക്ടർ രാഘവന്റെ അത്രയും പ്രായമേ ഡോക്ടർ കൃഷ്ണന് കാണുകയുള്ളൂ. അദ്ദേഹം പാഞ്ഞെത്തി ആലുവായി. തലശ്ശേരിക്ക് പോകാനിരുന്ന ഗുരുവിനെ നേരെ പാലക്കാട്ടേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴേക്കും ക്ഷീണമൊക്കെ മാറി. ആശാൻ വിവരമറിഞ്ഞ് പാഞ്ഞെത്തി. പിന്നെ ഒപ്പം അനുയാത്ര ചെയ്തു. അങ്ങനെ പാലക്കാട്ട് താമസിക്കുമ്പോഴാണ് നഷ്ടപ്പെട്ടു എന്നുറപ്പിച്ചതാണ് ഗുരുവിന്. ആ വർഷത്തെ SNDP യോഗം വാർഷിക റിപ്പോർട്ട്, അതിന്റെ പ്രാരംഭം നോക്കണം. അവിടെ ആശാൻ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, ഇത്ര വിലമതിയാത്ത ഒരു ധനം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇത് നഷ്ടപ്രായമായോ എന്നൊരു ആശങ്കയിൽ എല്ലാവരും ഉത്കണ്ഠപ്പെട്ട അവസരമായിരുന്നു കഴിഞ്ഞു പോയത്. ഭാഗ്യവശാൽ തൃപ്പാദങ്ങൾ ഇന്നും നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഇനിയുള്ള നിമിഷങ്ങൾ, ദിവസങ്ങൾ, വർഷങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതിയിരുന്നതിനെ തിരിച്ചു കിട്ടിയത്, അതിനെ വളരെ ജാഗ്രതയോടെ, വളരെ ശ്രദ്ധയോടെ, വളരെ ഉണർവോടെ നമ്മൾ സ്വീകരിക്കണമെന്ന്. ഈ രീതിയിലാണ് ആശാന വാർഷിക റിപ്പോർട്ട് എഴുതുന്നത്. ഒരുപക്ഷെ അസമയത്ത് നഷ്ടപ്പെട്ട് പോയി എന്ന് കരുതിയ, ആശാന്റെ മനസ്സിനെ ഏറ്റവും മഥിച്ച ആ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് വീണപൂവ് രചിക്കപ്പെട്ടത്. അതിനെക്കുറിച്ച് എന്തെല്ലാം കഥകളാണ്. ഇതായിരുന്നു അതിന്റെ യഥാർത്ഥ പശ്ചാത്തലമെന്ന് അദ്ദേഹം തന്നെ 3 പറയുന്നുണ്ട്. നമുക്ക് വിശ്വാസം പോരാ. ആ തലമുറ കടന്നുപോയി അടുത്ത തലമുറ, ആശാനെ കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു തലമുറ, അവര് പറയുന്നത് നാം ഇന്നും വിശ്വസിക്കുന്നു. ഇതൊരു പ്രേമ നൈരാശ്യത്തിൽ നിന്ന് ഉണ്ടായ കവിതയാണത്രേ. അതവിടെ നിൽക്കട്ടെ. നോക്കൂ സഹോദരങ്ങളെ,
ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം, ഇതൊക്കെ ഉള്ളതാണ്. പക്ഷേ ഗുരുവിനെ തീണ്ടിയില്ല. ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. താമരയിലെ വെള്ളം പോലെ, ചേമ്പലയിൽ വീണ വെള്ളം പോലെ ഗുരുവിനെ ഇതൊന്നും തീണ്ടുന്നുണ്ടായിരുന്നില്ല. പാലക്കാട്ട് ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ CV ഗോപാലൻ മുൻസിഫ്, ഗുരു പ്രത്യേക വാത്സല്യം ചൊരിഞ്ഞ ഒരു മഹാനാണ്. അദ്ദേഹം സാഷ്ടാംഗം പ്രണമിക്കുകയുണ്ടായി. പ്രണമിച്ച് എഴുന്നേറ്റപ്പോൾ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കുടുകുടാ കണ്ണുനീര് നിലത്തേക്ക് വീഴുന്നു. പൊട്ടിക്കരഞ്ഞുപോയി. അപ്പോൾ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ കാരുണ്യത്തോടെ ഗുരു മുൻസിഫിനോട് പറയുകയാണ്, ഗോപാല, വരേണ്ടത് വന്നേ തീരൂ, അതെല്ലാം അനുഭവിച്ചേ തീരൂ. അപ്പൊ നോക്കൂ, സ്വന്തം സിദ്ധി കൊണ്ട് ഇതിലും കഠിനമായ എത്രയോ രോഗികൾക്ക് അവിടുന്ന് സാന്ത്വനമല്ല, രോഗമുക്തി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഇതിൽ നിന്നൊഴിഞ്ഞു മാറുന്നില്ല. ഉള്ളൂര് ചോദിക്കുന്നുണ്ട്, അവിടുത്തേക്ക് സ്വയം ഇത് മാറ്റിക്കൂടെ? അപ്പൊ അവിടുന്ന് മഹാപണ്ഡിതനായിരുന്നത് കൊണ്ടാണ് ഗുരു ഒറ്റ വാക്കിൽ അതിന് മറുപടി പറഞ്ഞത്, ശരീരമല്ലയോ. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതാ ഏതാണ്ട് 100 വർഷത്തോടെടുക്കുന്നു. കുറെ അധിക അറിവുകളൊക്കെ നമുക്കുണ്ടായി. നമുക്ക് തന്നെ ഊഹിക്കാമല്ലോ. ജനിച്ചു എന്നാൽ അതിനോടൊപ്പം തന്നെ നിശ്ചയിക്കപ്പെട്ടതാണ് മരണം. ശരീരം വരുമാറുവിധം വികാരവും ജനിക്കുക, പരിണമിക്കുക, വളരുക, ക്ഷയിക്കുക, നശിക്കുക, ശീര്യത, ഇത് പ്രകൃതി നിയമമാണ്. നോക്കൂ, ശരീരം എടുത്തു വന്നതുകൊണ്ടാണ് ഗുരു നമുക്ക് പ്രാപ്യമായത്. ശരീരമെടുക്കാതെ എങ്ങനെ? ശരീരമെടുത്ത് എന്ന് പറയുമ്പോൾ ജനിക്കും. ജനിച്ചതാണോ മരിക്കും. ഇവിടെ നാം കാണേണ്ടത്, തിരുവനന്തപുരത്ത് വർക്കലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് അവിടത്തെ കൊണ്ടുപോയി എന്ന് പറയുന്നു ഡോക്ടർ പൽപ്പുവിന്റെ സഹോദരി ഇവിടെ ഭവനത്തിൽ താമസിച്ച് 10-15 ദിവസക്കാലം. മാധു കുത്തകക്കാരൻ എന്ന് പറയും. സമുദായ പ്രമാണിയായിരുന്നു. ഗുരുദേവന്റെ സവിശേഷ ശ്രദ്ധ ഉണ്ടായിരുന്ന ഒരു മാന്യദേഹമാണ്. അവിടെ താമസിക്കുമ്പോഴാണ് ഒരു ദിവസം അയ്യങ്കാളി വരുന്നു. ഗുരു താല്പര്യപൂർവ്വം കടാക്ഷം കൊണ്ട് വരവേറ്റു. ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അയ്യങ്കാളിയെ വിതുമ്പുന്നുണ്ടായിരുന്നു. പൊട്ടിക്കരയാതിരിക്കാൻ അവിടുന്ന് ആവത് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അയ്യങ്കാളിയുടെ ആ മനോഗതം മനസ്സിലാക്കിക്കൊണ്ട് ഗുരു മൊഴിഞ്ഞത്, ഈ ശരീരം കൊണ്ട് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഇനി ഇതിന്റെ ആവശ്യമില്ല. അവിടെ നിന്നാൽ പൊട്ടിക്കരഞ്ഞു പോകും. താണു വണങ്ങി തൊഴുത് അയ്യങ്കാളി പുറത്തേക്ക് പോയി. അവിടെ നിൽക്കാൻ തോന്നിയില്ല. പക്ഷേ ആ പറഞ്ഞ വാക്കുകൾ
ധർമ്മ തീർത്ഥസ്വാമികൾ ഇടയ്ക്ക് സൂചിപ്പിച്ച ആ വാക്കുകളും ഇതൊക്കെ തമ്മിലൊന്ന് ചേർത്ത് വെച്ച് നോക്കൂ. ധർമ്മ അവിടുന്ന് സ്ഥാപിച്ച ഈ ധർമ്മപ്രസ്ഥാനവുമായി ബന്ധമുള്ള നമ്മൾ അതിനോട് പുലർത്തുന്ന ഈ കൃത്യവിലോപത്തെയും ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ദിവസങ്ങളിൽ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവിടുന്ന് മുഴിഞ്ഞത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. ആർക്കാണോ ആ നന്മ ലഭിക്കേണ്ടിയിരുന്നത് അവർ അലസരായിരിക്കുന്നു, പലപ്പോഴും നിഷേധികളായും പോകുന്നു. ചെയ്യേണ്ടതും പറയേണ്ടതുമെല്ലാം അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നു. നമ്മൾ എന്തിനു സങ്കടപ്പെടണം? നമ്മൾ എന്തിനു സങ്കടപ്പെടണം? ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. നോക്കൂ, അവിടുന്ന് സമാധി പ്രാപിച്ചതിലൂടെ ഇല്ലാതാവുകയല്ല. ഇപ്പൊ നോക്കൂ, മഹാത്മാക്കളെന്ന് പലരെയും നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് മരണപ്പെട്ടു പോയി. പക്ഷേ അവരെ ചില വേളകളിൽ സ്മരിക്കും. അവരുടെ ആശയങ്ങളൊക്കെ ഇങ്ങനെ ഗ്രന്ഥരൂപത്തിൽ ഇങ്ങനെ പ്രചരിച്ചും കൊണ്ടും ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് പഠിക്കാനുള്ള വിഷയമായതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അത് പഠിക്കേണ്ടി വരുന്നതാണ് സംഭവിക്കുന്നത്. അല്ല എങ്കിൽ അതെല്ലാം അവഗണിക്കപ്പെട്ടു പോകും. ഇതങ്ങനെയല്ല. അവിടുന്ന് ഒടുവിൽ മുഴിഞ്ഞൊരു കാര്യവും കൂടി. നാം ഒരു യന്ത്രം സ്ഥാപിച്ചിട്ടുണ്ട്. പ്രതിബന്ധങ്ങളൊന്നുമില്ലാതെ അത് മുമ്പോട്ട് പ്രവർത്തിച്ചുകൊള്ളും. ഇതിൽ പരമൊരു ഉറപ്പ് എന്താണ് നമുക്ക് വേണ്ടത്? പ്രതിബന്ധങ്ങളൊന്നുമില്ലാതെ അത് പ്രവർത്തിച്ചുകൊള്ളും. ലോകത്തിന് മുന്നോട്ട് ചരിക്കുവാൻ, അലക്ഷ്യമായി ചരിക്കുവാനല്ല. ലോകം അന്നു മുതൽ ചരിച്ചു തന്നെയാണ് പോകുന്നത്. പക്ഷെ അങ്ങനല്ല. അലക്ഷ്യമായ ലോകത്തിൻ്റെ ആ പ്രയാണത്തെ നിയന്ത്രിച്ച് പോകേണ്ട വിധത്തിൽ ലോകത്തെ നയിക്കുവാൻ അവിടുത്തെ ആ കൽപ്പനാശക്തിക്ക് കഴിയും. നോക്കൂ, പരമാത്മാവ് ഒരു ശരീരം ധരിച്ചതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു ദിവ്യ വിഗ്രഹത്തെ കിട്ടിയത്. അങ്ങനെ ഒരു ജന്മത്തിലൂടെയാണ് ഈ കുലം പവിത്രമായി തീർന്നത്, ഈ പുണ്യഭൂമി തീർത്ഥഭൂമിയായി തീർന്നത്. ആ പരമാത്മാവിനെ ധരിച്ചതുകൊണ്ട്, അതിനെ സാക്ഷാത്കരിച്ചതുകൊണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ആ സാക്ഷാത്കാരമല്ല വേണ്ടത്, പിറപ്പൊഴിഞ്ഞു വാഴുന്ന ആ മുനിയെ സേവിക്കുക. സമാധി ദിനം യഥാർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്കുള്ളതാണ് എന്നൊരു തോന്നൽ, അഥവാ അതിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ, ഇതൊക്കെ എത്ര യുക്തമായിരിക്കും. ഏതാണ്ട് 6 മാസം മുമ്പ്, 7 മാസം മുമ്പ്, അന്നത്തെ കാലത്ത് ധർമ്മസംഘം കാര്യദർശി നൽകിയ ആഹ്വാനം, പടങ്ങളുമായി കുട്ടികൾ കയറി ഇറങ്ങി നടക്കുക, ഇത് പ്രചരിപ്പിക്കുക, എല്ലായിടത്തും ഇത് വ്യാപിക്കണമെന്ന് ആഹ്വാനം ചെയ്യുക. അതിനെ അന്ധത എന്ന് വ്യാഖ്യാനിക്കാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത് എടുത്തു കാട്ടി. ഇത് നമ്മുടെ കടമയാണ്. നമ്മൾ ഒരു അപരാധം ചെയ്യുന്നു, ഇതിനെ കേവലം ഒരു അഭിമാന ചിഹ്നമായി കണ്ടുകൊണ്ട് എത്ര ഇത് ആളുകൂടി, എത്ര ആളുകൾക്ക് ആഹാരം കൊടുത്തു, ഇങ്ങനെയുള്ള കണക്കുകളിൽ പൂർവവർഷത്തേക്കാൾ ഒരു പടിയും കൂടെ മുന്നേ നിന്നാൽ അതൊരഭിമാനം, കുറഞ്ഞു പോയാൽ അതൊരു നിരാശ. പക്ഷേ
ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒന്ന് അതിനെ മറക്കാനുള്ളതല്ല. അതിനോടടുക്കാനായിട്ടാണ് പ്രാർത്ഥിക്കുക. ഒരു കാര്യവും കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അവസാന നാളുകളിൽ ഇപ്പൊ നോക്കണം, നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അന്നത്തെ കാലത്ത് വൈക്കം സത്യാഗ്രഹം അതുപോലെ കൊട്ടിഘോഷിക്കപ്പെട്ട അതുപോലെ വിപുലമായ ഒരു പരിപാടിക്ക് ദിവസം ഏതാണ്ട് 100 രൂപ വരെ ചെലവ് വരുന്നുണ്ട്. അന്നത്തെ 100 വലുതാണ്. 100 രൂപയോളം ചെലവ് വരുന്നു. സ്വാമി തൃപ്പാദങ്ങളുടെ ഈ ചികിത്സ, ആ യാത്ര, അതിൻ്റെയുള്ള സംവിധാനങ്ങൾ ഏതാണ്ട് 100-നോടടുത്ത തുക ദിവസം ചെലവുണ്ട് എന്ന് ധർമ്മസംഘത്തിൽ നിന്നും ഒരു കുറിപ്പ് വരുന്നുണ്ട്. അറിഞ്ഞു തന്നെ ആളുകൾ സഹകരിക്കുന്നുമുണ്ടായിരുന്നു. ഒരു കുറവും തൃപ്പാദങ്ങളുടെ കാര്യത്തിൽ. എന്തെല്ലാം ചെയ്യാൻ. ഒടുവിലാണ് ശ്രദ്ധയിൽപ്പെടുന്നത് ഇത്രയെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത, സ്കൂളുകൾ കെട്ടുകയും മഠങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത തൃപ്പാദങ്ങൾക്ക് സൗകര്യപ്രദമായി വിശ്രമിക്കുവാൻ ഒരു മന്ദിരമില്ല. അതിലേക്ക് ഇവിടെ പ്രവേശിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പം കടക്കുന്നില്ല. അപ്പൊ ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അതുപോലെ ജനം സഹകരിച്ചു കൊണ്ടിരുന്ന ഈ സന്ദർഭത്തിൽ പോലും ഗുരുദേവൻ ഒരു ലീല ആടുന്നുണ്ട്. എന്ന് പറഞ്ഞ അവിടുന്ന് ഇങ്ങനെ പറയുകയാണ്, നമുക്കാരും ഒന്നും തരുന്നില്ല, ഇവർ സമയത്ത് നമുക്ക് വേണ്ടതൊന്നും തരുന്നില്ല. അതുകൊണ്ട് ആ ഒരു ശിഷ്യനോട് പ്രത്യേകം ചുമതലപ്പെടുത്തുകയാണ്, നീ തന്നെ ഓരോ വീടുകളിൽ പോയി ഭിക്ഷ യാചിച്ചു കൊണ്ടുവന്ന് നമുക്ക് തരണം. ഇത് കേട്ടാരും തെറ്റിദ്ധരിക്കരുത്, ഉറങ്ങിയിരുന്ന് കേട്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. ആരും ഒന്നും കൊടുത്തില്ല എന്നുള്ള ഒന്നും അല്ല അർത്ഥം. അവസരങ്ങൾ ഉണ്ടാക്കുകയാണ്. സാമാന്യ ജനങ്ങളുടെ, പ്രതീക്ഷിക്കാതിരിക്കുന്ന ജനങ്ങളുടെ ഭിക്ഷാടനത്തോട് അവധൂത കാലത്ത് കാലിത്തൊട്ടിയിൽ കൈയിട്ട് വാരി പിഴിഞ്ഞ് കഴിച്ച ഗുരുവിനെ നമ്മൾ മറക്കരുത്. സ്നേഹപൂർവ്വം കൊടുത്തത് എന്തെന്ന് നോക്കാതെ അവിടുന്ന് ഭക്ഷിച്ചത് എന്തെന്നുള്ളതല്ല, കൊടുത്ത മനസ്സിനെയാണ് അവിടുന്ന് സ്വീകരിച്ചത്. ഇത് അഗ്നി പോലെ ആയിരുന്നു, എന്ത് ചെന്നാലും ശുദ്ധമാകും. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നത് അവധൂത കാലം. അവസാന കാലം എത്തുമ്പോഴും എല്ലാ സമൃദ്ധിയിലും കഴിയുമ്പോഴും ഇതാ കുടിലുകൾ കയറി യാചിച്ചു കൊണ്ടുവന്ന ഭിക്ഷ കൂടി കഴിക്കാൻ. നോക്കൂ, ഇതിനെയൊക്കെ എങ്ങനെ നമ്മൾ അളക്കും? ഏറ്റവും ഒടുവിലെന്തായി? പിന്നെ പാനീയങ്ങളെല്ലാം ക്രമത്തിന് കുറച്ച് കൊണ്ടുവരികയാണ്. അതെന്തിനെന്ന് നാളുകൾക്ക് ശേഷമാണ് ശിഷ്യന്മാർക്ക് പോലും മനസ്സിലാകുന്നത്. ഇതൊരു ദിവ്യ വിഗ്രഹമായി തീരുകയാണ് ഈ ശരീരം. ഒരു മലാംശം പോലും ആ ശരീരത്തിൽ ശേഷിക്കാതിരിക്കുന്നതിന് വേണ്ടി ക്രമേണ ആഹാരം കുറച്ച് ആഹാരം ഒഴിവാക്കുന്നു. പിന്നെ ജലപാനം മാത്രം, അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്ന് കുടലിലെ, നാഡികളിലെ, ശരീരത്തിലെ ആകവെയുള്ള അശുദ്ധികൾ അത്രയും മാറ്റി. അത്ര ശുദ്ധീകരിക്കപ്പെട്ട ഒരു ശരീരമാണ്. അവിടുന്ന് ശരീരമല്ല അറിവായിരുന്നു. ഇതൊക്കെ തത്വം. പക്ഷേ നമുക്കെല്ലാം അത്രത്തോളം ഉയരാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ സ്വയം ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവ് എങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടു, അതുപോലെ തന്നെ ശരീരവും കൂടി ശുദ്ധീകരിച്ചു കൊണ്ടാണ് അവിടുന്ന് സമാധിസ്ഥനായിരിക്കുന്നത്. ബാഹ്യശുദ്ധി ആഭ്യന്തര ശുദ്ധിയിലേക്ക് നയിക്കും. അപ്പൊ നോക്കൂ, 3:30 വരെ ആരും ഇരിക്കില്ല. അതുകൊണ്ട് ആ 1:30 തന്നെ ചോറ് കൊടുക്കണമെന്നാണ് മിക്ക പൊതുയോഗങ്ങളിലും വിവാദം. നോക്കൂ സഹോദരങ്ങളെ,
ഈ രോഗാവസ്ഥയിലും അസ്ഥി മാത്ര ശേഷനായി കഴിഞ്ഞിരുന്നു അവിടുന്ന്, ശരീരം ഇതുപോലെ ശുദ്ധീകരിച്ചപ്പോൾ. ആ രീതിയിൽ അവിടുന്ന് പരിപാലിക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്നും നിത്യനായി വിളങ്ങുന്നത്. ആ പുണ്യാത്മാവിനെ അന്നത്തെ ദിവസം മറ്റു വ്യവഹാരങ്ങളെല്ലാം വെടിഞ്ഞു. എന്താണോ അതാത് സ്ഥലങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അത് സമ്മേളനങ്ങൾ വരെ ഉണ്ടാവാം. നോക്കൂ, ആലുവ സർവമത സമ്മേളനമൊക്കെ നടക്കുമ്പോ മുഴുവൻ സമയവും ശ്രോതാവായി. അറിവിന്റെ നിറകുടമെന്നല്ല പറയേണ്ടത്, സാക്ഷാൽ അറിവ് തന്നെയായ അവിടുത്തേക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? പക്ഷെ അങ്ങനല്ല. ശ്രോതാവായി ഇരുന്നു കൊണ്ട് അവിടുന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. പറയുന്നവരെ, പ്രഘോഷണം ചെയ്യുന്നവരെ ഉണർത്തുകയാണ്. ആ സാന്നിധ്യം നോക്കൂ സഹോദരങ്ങളെ, ഇത് തന്നെയാണ് ധർമ്മ തീർത്ഥസ്വാമികൾ അന്ന് ആഹ്വാനം ചെയ്യുന്നത്. നമുക്ക് ചെയ്യുവാൻ ഒന്നേ ഉള്ളൂ, ഗുരുവിനു വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് അന്നേ ദിവസം നമ്മൾ ഗുരുസ്മരണയിൽ, ഗുരുസന്നിധാനം അതെങ്ങനെയുള്ളതുമായിക്കൊള്ളട്ടെ, മറ്റു വിചാരങ്ങളെല്ലാം വെടിഞ്ഞ്, മറ്റു വ്യവഹാരങ്ങളെല്ലാം വെടിഞ്ഞ് നമ്മളും ഗുരുവും മാത്രവുമായി. ഇടതും വലതും പുറകിലും മുന്നിലും ഒക്കെ ആളുകൾ ഉണ്ടാവാം. പക്ഷേ നമ്മുടെ വിചാരം, ഞാനിതാ എൻ്റെ ഉള്ളം നിന്നിൽ അസ്പന്ദമാക്കിക്കൊണ്ട് അവിടെ ശ്രോതാവാകുക. അതുപോലെ തന്നെ വക്താവാകാൻ പറ്റുന്നവർക്ക് വക്താവാകുക. ആ രീതിയിൽ ഗുരുസ്മരണ ഉണർത്തിയും സ്വയം ഉണർന്നും നമുക്ക് അന്നത്തെ ദിവസം ധന്യമാക്കാം. അതിനെല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഈ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സന്തോഷ ഗുരു